ഹലോ. അപ്പം ഞാനിങ്ങനെ എന്ത് വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു ഞാനിങ്ങനെ ചിന്തിച്ചത്. എന്തായാലും ഇവിടെ വന്നിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമ്മളെ പെണ്ണുങ്ങൾക്ക് ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നുമില്ലാതെ മുടിയാതല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളായിട്ട് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇനി ഭാവിയിൽ അത് മേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു റിവ്യൂ ഉള്ളത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പം ഞാനിവിടെ ടെമു എന്ന് പറഞ്ഞൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ആപ്പായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമുവിൽ നമുക്ക് ഇത്ര ഒരു എമൗണ്ടിന് മിനിമം 15 പൗണ്ട്സിന് മേടിക്കണം. നാട്ടിലത്തെ ഒരു 1500 1600 ആ ഒരു റേഞ്ചിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കണം. പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്കതിന് കിട്ടി. ഇപ്പോൾ ഞാനൊരു 8-9 സാധനങ്ങൾ അതിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഇത് ഞാൻ ടോട്ടൽ 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം മേടിച്ച് അതിലൊന്നാണ് ഇത്. മറ്റേ ജ്യൂസറാണ്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് സ്മൂത്തിയോ ഷേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ഓർത്ത് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുക എന്നുള്ളൊരു ഐഡിയയിൽ മേടിച്ചതാണ് സാധനം. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇവിടെ ജ്യൂസറിൻ്റെ ഫ്രീസർ. നമുക്കിതിന് 2 എണ്ണം വരുന്നുണ്ട്. ഇത് കുഞ്ഞതാണ്. അപ്പം നമ്മൾ ഈ ജിമ്മിനൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഇതുണ്ടോ, നമുക്കിതിൽ വയറ് കിട്ടും. ഇത് USB ചാർജറാണ്. നമുക്കിവിടെ ചാർജ് ചെയ്യാം, യൂസ് ചെയ്യാം. ഒരു 4 മണിക്കൂർ 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചാർജ് ചെയ്താൽ മതി. ഞാൻ 3-4 ദിവസം കൂടുമ്പോഴേക്ക് ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് 2 ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഒരെണ്ണം കഴുകട്ടിരിക്കുകയാണെങ്കിൽ മറ്റൊന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് 5.68 അതായത് നാട്ടിലത്തെ ഒരു 500-600 രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതൊരു ജാറ് ഞാൻ മേടിച്ചാണ്. ഇത് ഞാൻ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ടോട്ടൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 2 എണ്ണം നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ്. അതേപോലെ തന്നെ ഇത് വേറൊന്നും. ഇത് കുറച്ചും കൂടി ഒരു ക്ലാസിക് ലുക്കായിട്ട് എനിക്ക് തോന്നി അല്ലേ. ഒരു പച്ച ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ ഇതിന്. ഓക്കെ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണ്. മറ്റതും പ്ലാസ്റ്റിക്കാണ്, പക്ഷെ മറ്റത് എന്തോ ഒരു ട്രാൻസ്പെറൻറ്റ് പോലുള്ളൊരു പ്ലാസ്റ്റിക്. ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ്. ഇതിനൊരു പക്ക സ്റ്റാൻഡേർഡ് ലുക്കുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇതിന് നമുക്ക് ചാർജറുണ്ട്. ഇതിന് വെള്ള കളർ ചാർജറാണ്. ഇതിന് ചാർജിങ് പോർട്ട്. ഇത് മറ്റേ വാട്ടർ വെള്ളം ഉള്ളിൽ കയറാതിരിക്കാൻ പോലത്തെ പ്രൊട്ടക്ഷനുള്ള ചാർജറാണ്. ഇതിൻ്റെ ചാർജിങ് പോയിന്റ്. അപ്പോൾ ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു കളറിൻ്റെ ഇതിനാണ് ഇതിൻ്റെ റേറ്റ് കൂടുതലെന്ന് തോന്നുന്നത്. ഇതിനൊരു 6.27. ആ നാട്ടിലത്തെ ഒരു 600-700 പൗണ്ട് 600-700 രൂപയാണ് വരുന്ന പോലത്തെ ഒരു റേറ്റാണ് ഇതിനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും 2 എണ്ണം മേടിച്ചു. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചതല്ല ഈ മിക്സിയും പാത്രങ്ങളിലൊക്കെ മേടിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വരുന്നുള്ളത്. പക്ഷേ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു ഗൈസ്. ഞാൻ മേടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പാത്രം മേടിച്ചു. ഇതിനൊരു 2 പൗണ്ട്, നാട്ടിലത്തെ ഒരു 200 പൗണ്ട് അങ്ങനെയൊക്കെ ഉള്ളത്. 3 എണ്ണം ഉണ്ട്. നമ്മൾ ചെറുത്, മീഡിയം, വലുത്, മീഡിയം, പിന്നെ ഒരു കുഞ്ഞത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് ആൻറ്റി ലീക്കിങ്ങാണ്. അതായത് നമുക്ക് മൂടിയുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു റബ്ബർ പോലെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത് ലീക്കാവില്ല. അപ്പോൾ ഞാനിവിടെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈ ചോറൊക്കെ ആക്കിയിട്ട് അച്ചാറൊക്കെ ഇടും. അച്ചാർ അല്ലെങ്കിൽ തൈരൊക്കെ ഇടും. അത് ഡ്യൂട്ടി നമ്മൾ രാവിലെ 7 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 മണി 4 മണിക്കൊക്കെ ആയിരിക്കും കഴിക്കാനിരിക്കുക. അപ്പോഴേക്കും എൻ്റെ അച്ചാർ മൊത്തം പുറത്തു കൂടെ ലീക്കാവും. അപ്പോൾ ഈ സംഭവം നമുക്കങ്ങനെ ലീക്കാക്കാതിരിക്കാൻ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇത് മറ്റേ ഹീറ്റിംഗ് ചൂടാറാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ പോലുള്ളതാണ് ഇത്. നമുക്കങ്ങനെ ചൂട് ചോറൊക്കെ ആക്കി വെച്ചാൽ നമുക്ക് കുറച്ച് നേരം തുറന്ന് വയ്ക്കാം, ആവി പോകുന്ന പോലെയൊക്കെ ആക്കിയിട്ട്. അങ്ങനെ ഞാൻ 3 പാത്രങ്ങൾ മേടിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പാത്രങ്ങളൊക്കെ മേടിക്കുന്നത്. പിന്നെ ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് മേടിച്ചൊരു ടോപ്പാണ്. ഇതിന് 3 പൗണ്ട് 4 പൗണ്ട് നാട്ടിലത്തെ ഒരു 300-400 രൂപ റേഞ്ച് വരുന്ന പോലെ. കൊള്ളാമല്ലേ. ടെമ്മിൽ ഡ്രസ്സൊക്കെ നല്ല നല്ല ഡ്രസ്സുകളാണ്. മീൻസ് നമ്മളെന്തായാലും ഒരുപാട് വർഷം ഒരു ഡ്രസ്സ് യൂസ് ചെയ്യില്ലല്ലോ. നമുക്ക് നമ്മുടെ ആഗ്രഹം തീരുന്ന വരെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ടെമ്മിലുള്ളത്. ഇത് ഞാൻ ടെമ്മിന്ന് മേടിച്ച ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ്. അപ്പോൾ അത് മേടിച്ചു ഞാൻ. പിന്നെ ഞാൻ എൻ്റെ അമ്മായിൻ്റെ മക്കൾക്ക് കുറച്ച് കാറ് മേടിച്ചു. ഇത് 1 പൗണ്ട് എന്താ ഉള്ളു. നാട്ടിലത്തെ ഒരു 100 രൂപ 150 രൂപ അങ്ങനെ. ഇത് മറ്റേ ഈ ബാക്ക് വേർഡ് കാറില്ലേ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പോണ കാറ്. അത് മറ്റേ പ്ലെയിൻ സർഫേസിലൊക്കെ വെക്കണം. അപ്പം അങ്ങനെ പോയിക്കോളും. ഇതൊരു 8-10-12 ഉണ്ട്. അപ്പം എന്തായാലും ഇത്രയും കാറുകൾ നമുക്ക് ഈ റേറ്റിന് കിട്ടുന്നത് നല്ല ലാഭമല്ലേ. ഉണ്ടോ, ഇത് ഇത്രയും കാറുകളുണ്ട്. അപ്പോൾ 2 പിള്ളേരാണ്. അപ്പോൾ അവർക്കൊരു സന്തോഷം. അങ്ങനെ കാണാം.
പിന്നെ ഞാനിത് നമ്മൾ നാട്ടിൽ ട്രെയിനിൽ പോകുമ്പോൾ കുറേ ആൾക്കാർ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വരില്ല. അപ്പോൾ ഒരു ദിവസം അമ്മ ട്രെയിനിലിരിക്കുന്ന സമയത്ത് ഇത് കണ്ട്. പക്ഷെ അമ്മയ്ക്ക് അന്നത് മേടിക്കാൻ പറ്റിയില്ല. അതിന് ശേഷം എൻ്റെ അടുത്ത് എപ്പോഴും പറയും, പുറത്ത് പോകുമ്പോഴൊക്കെ പറയും കണ്ടാൽ മേടിക്കും എന്നൊക്കെ കൊണ്ട് പറയും. പിന്നെ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് മറ്റേ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ വെച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് എപ്പോഴും കണ്ടാൽ മേടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ട്രെയിനിൽ കുറേ പോയിട്ടുണ്ടെങ്കിലും ഈ സാധനം മാത്രം ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനത് എന്തായാലും ഓൺലൈനിൽ കണ്ടപ്പോൾ മേടിച്ച്. ഇതിങ്ങനെ പ്ലെയിൻ സർഫേസിൽ വെക്കണം. അപ്പോൾ ഇങ്ങനെ നിൽക്കും. ഇതിനൊരു നാട്ടിലൊരു 20 രൂപ 30 രൂപ അങ്ങനെ 20 പെനി അങ്ങനത്തെ വരും. അപ്പോൾ അത് ഹോൾഡർ മേടിച്ച്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊരു ചെറിയ ഭ്രാന്ത് തുടങ്ങി ഗൈസ്. ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ക്രോഷെറ്റിങ് വെറുതെ ഇരിക്കുമ്പോൾ ടൈം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കണ്ണുകൾ മേടിച്ച്. ഫിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് പല സൈസിലുള്ള കണ്ണുകൾ. ഇതിൽ 50 പേരുണ്ടെന്നാണ് പറയുന്നത്. ഞാനതിന് എണ്ണി നോക്കിയൊന്നുമില്ല. 50 പേര് മീൻസ് കുറേ കുഞ്ഞു സൈസ് തൊട്ട് വലിയ സൈസ് വരെയുള്ള കുറേ പേരുകൾ. ഇത് എത്ര 10 രൂപ 20 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. പിന്നെ എനിക്ക് കവറിൻ്റെ അകത്തുനിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇത് മറ്റേ രാത്രി ആകുമ്പോൾ കത്തുന്നൊരു സാധനമല്ലേ, അത് ഇതിനകത്ത് കിടക്കേണ്ടതാണ്. ചിലപ്പോൾ അവരറിയാതെ മിസ്റ്റേക്കായിട്ട് പെട്ടതായിരിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചെൻ്റെ കാശ് കളഞ്ഞത്. പക്ഷേ എനിക്ക് മേടിച്ചത് അങ്ങനെ നഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് വേർത്തായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ കുറേ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഓരോന്നായിട്ട് ഞാൻ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിലെനിക്ക് മേടിച്ചതിൽ എനിക്ക് റിഗ്രറ്റ് ഒരു സാധനം മിസ് ചെയ്തു. വലിയ സാധനമാണ്. ഇതെൻ്റെ ചേച്ചിൻ്റെ കുട്ടിക്ക് മേടിച്ചതാണ്. ഫ്രണ്ട് ക്യാമറ. ഇത് മറ്റേ നമ്മൾ ചെറുപ്പത്ത് കളിക്കുന്ന സമയത്ത് ഇതിനകത്ത് കണ്ടോ, നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല. ഇതിലിങ്ങനെ ഓരോ ഇതിൽ കാണില്ല. ഇതിങ്ങനെ ഓരോ കുഞ്ഞു ചിത്രങ്ങൾ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഇത് ഇച്ചിരി 100 രൂപ, നാട്ടിലത്തെ 100 രൂപ അടുത്ത ഒരുപാട് പിള്ളേർക്ക് ഓരോ സന്തോഷമല്ലേ. അപ്പോൾ അതൊരെണ്ണം മേടിച്ച്. അപ്പോൾ ഇതിലെനിക്കങ്ങനെ നഷ്ടം എന്ന് പറയാൻ തോന്നിയത്, എനിക്ക് മിക്സ് രണ്ടും വേർത്താണ്. ഞാൻ വലുത് ഞാൻ ആദ്യം ഒരെണ്ണം മേടിച്ച് പിന്നെ അത് ഞാൻ ഇവിടെ യൂസ് ചെയ്ത് നാട്ടിലേക്ക് പോകുമ്പോൾ 2 മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 എക്സ്ട്രാ മേടിച്ചതാണ്. എനിക്കങ്ങനെ നഷ്ടം എന്ന് പറയാൻ ഒന്നും തോന്നിയില്ല. ഞാനിനി തോന്നിയ സാധനങ്ങളുടെ കാര്യം ഞാൻ പിന്നീടുള്ള വീഡിയോസ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.